സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 4, 38-39 വാക്യങ്ങൾ. യേശു പള്ളിയിൽ നിന്ന് ഇറങ്ങി ശീമോൻ്റെ വീട്ടിൽ ചെന്നു. ശീമോൻ്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കിയാൽ അവർ അവൾക്ക് വേണ്ടി യേശുവിനോട് അപേക്ഷിച്ചു. യേശു അവളെ കുനിഞ്ഞ് നോക്കി ജ്വരത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് യേശുവിനെ ശുശ്രൂഷിച്ചു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 38-39 വാക്യങ്ങളിൽ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ അഥവാ പരസ്യ ശുശ്രൂഷയിൽ ചെയ്ത ഒരു അത്ഭുതമാണ് നാം കാണുന്നത്. മനുഷ്യൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, വേദനയിലേക്ക്, രോഗബാധയിലേക്ക് ഒക്കെ ഇറങ്ങി വന്ന് ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. മനുഷ്യൻ്റെ ദുഃഖങ്ങളും കഷ്ടതകളും പ്രതിസന്ധികളും കണ്ട് മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല ബൈബിൾ നമുക്ക് കാട്ടിത്തരുന്ന ദൈവം. മനുഷ്യൻ്റെ നാം നിസ്സാരങ്ങളെന്ന് പോലും ചിന്തിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും, പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളിൽ, രോഗങ്ങളിൽ, ഭാരങ്ങളിൽ, നെടുവീർപ്പുകളിൽ, വേദനകളിൽ, ഒറ്റവാക്കിൽ സഹനങ്ങളിൽ ഇറങ്ങി വന്ന് ഇടപെടുന്ന ഒരു ദൈവമായാണ് നാം യേശുവിനെ ബൈബിളിൽ കാണുന്നത്. ഇവിടെ ഒരു ദിവസം യേശു യഹൂദന്മാരുടെ സിനഗോഗിൽ അഥവാ പള്ളിയിൽ ഉപദേശിച്ച ശേഷം ശീമോൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ശീമോൻ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസാണ്. ഈ പത്രോസിൻ്റെ അമ്മാവിയമ്മയാണ് കഠിന ജ്വരം കൊണ്ട് മരണാവസ്ഥയിൽ കിടന്നിരുന്നത്. ഈ അവസ്ഥ അവർ യേശുവിനെ ബോധിപ്പിച്ചു. ആരോ ഒരാൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് നിന്റെ ശിഷ്യനായ പത്രോസിൻ്റെ അമ്മാവിയമ്മ മരണശയ്യയിലാണെന്ന് അറിയിച്ചു. അവരോടൊപ്പം യേശു പത്രോസിൻ്റെ അമ്മാവിയമ്മയുടെ ഭവനത്തിൽ പോവുകയാണ്. അവിടെ ചെന്ന് അവളുടെ ആ ജ്വരത്തിൻ്റെ ആത്മാവിനെ ശാസിക്കുകയാണ്. തുടർന്ന് അവൾ ഉടനെ തന്നെ സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതാണ് നാം കാണുന്നത്. യേശു ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്ത ഒരു ദൈവമല്ല യേശു.
വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ഇടപെടുന്നവൻ, ഇറങ്ങി വരുന്നവൻ, അത്ഭുതം പ്രവർത്തിക്കുന്നവൻ. ഇതാ ഇവിടെ ആ മരണാവസ്ഥയിലായിരുന്ന പത്രോസിൻ്റെ അമ്മാവിയമ്മയ്ക്ക് വേണ്ടി ഒരു അപേക്ഷ യേശുവിൻ്റെ അടുക്കൽ എത്തി എന്നുള്ളതാണ്. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇതാണ് ഒരുവന് വേണ്ടിയുള്ള മറ്റൊരുവൻ്റെ പ്രാർത്ഥന. അത് ദൈവം അംഗീകരിച്ചു എന്നാണ് നാം ഇവിടെ കാണുന്നത്. അതെ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വളരെയധികം വിലയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും. ആമേൻ, ആമേൻ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. യേശുവേ ആരാധിക്കും. തൻ വചനം